രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി സുരേഷ് രമേശ് എന്ന് വിളിക്കാം അവരെ. അവർ രണ്ടുപേർക്ക് 25 വയസ്സിൽ 50,000 രൂപ ശമ്പളത്തിൽ ഒരു ജോലി കിട്ടി. ഇത് ആദ്യത്തെ ആൾ രമേശ് തനിക്ക് ശമ്പളം കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ മാസവും തൻ്റെ ശമ്പളത്തിൻ്റെ 20% ഏകദേശം 10,000 രൂപ SIP നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അവനത് 35 വയസ്സിൽ തുടർന്നു. പക്ഷേ സുരേഷ് തനിക്ക് കിട്ടിയ ശമ്പളം മുഴുവൻ ചിലവാക്കുകയാണ് ചെയ്തത്. ഇനി 35 വയസ്സിന് ശേഷം രമേശ് തന്നെ SIP നിക്ഷേപം നിർത്തിയെങ്കിലും ആ തുക പിൻവലിക്കാതെ ആ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നിക്ഷേപിച്ചു. അത് 60 വയസ്സ് വരെ, അത് റിട്ടയർമെൻറ്റ് ഏജ് വരെ തുടരാൻ തീരുമാനിച്ചു. സുരേഷ് പക്ഷേ 35 വയസ്സിലാണ് നിക്ഷേപിക്കാനുള്ള പ്രാധാന്യം മനസ്സിലായത്. അങ്ങനെ അവൻ 35 വയസ്സിൽ നിക്ഷേപം തുടങ്ങി. എല്ലാ മാസവും 10,000 രൂപ വെച്ച്. അത് അവൻ 60 വയസ്സ് വരെ തുടർന്നു. അപ്പോൾ ആദ്യത്തെ രമേശ് ആ 10 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക 12 ലക്ഷമാണ്. സുരേഷ് അടുത്ത 25 വർഷം കൊണ്ട് ആകെ നിക്ഷേപിച്ചത് 30 ലക്ഷമാണ്. ഇനി 60 വയസ്സിൽ കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ ആരായിരിക്കും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയത്? തീർച്ചയായിട്ടും രമേശ് തന്നെയാണ്. കാരണം രമേശ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് 35 വർഷമാണ്. അതായത് ആദ്യത്തെ 10 വർഷത്തിൽ SIP സ്റ്റോപ്പ് ചെയ്തെങ്കിലും ആ തുക പിൻവലിക്കാതെ അവിടെ തന്നെ നിക്ഷേപിച്ച് വെച്ചിരുന്നു. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ എത്രത്തോളം കാലം നിക്ഷേപിക്കുന്നോ ഫണ്ടിൻ്റെ ഗ്രോത്ത് അത്രത്തോളം എക്സ്പെൻഷ്യൽ ആയിരിക്കും ലാസ്റ്റത്തെ ഇയറുകളിൽ. അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്.